കേരളത്തിലെ ഏത് ലോക്സഭാ സീറ്റിലും മത്സരിക്കാൻ തയ്യാറാണെന്ന് ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളിലും ബിജെപിക്ക് പ്രതീക്ഷയുണ്ട്. കേരളത്തിൽ മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ കൂടി വരികയാണ് എന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കേരളത്തിലെ തെരഞ്ഞെടുപ്പാണ് തന്റെ ലക്ഷ്യമെന്നും അല്ലാതെ പ്രത്യേകിച്ച് ഒരു മണ്ഡലമല്ല ലക്ഷ്യമെന്നും കുമ്മനം പറയുന്നു. ശബരിമല ഒരു നിമിത്തം മാത്രമാണെന്നും കുമ്മനം കൂട്ടിച്ചേർത്തു. ശബരിമല വിഷയം ബിജെപിക്ക് നേട്ടമുണ്ടാക്കും. വിശ്വാസികൾക്കൊപ്പം ആദ്യ അവസാനം നിന്നത് NDA-യാണ്. മതസ്വാതന്ത്ര്യം എല്ലാവർക്കും ആവശ്യമാണ്. എന്നാൽ ശബരിമല വെറുമൊരു മതവിഷയമല്ല, ഭരണഘടനാപരമായ അവകാശം നേടിയെടുക്കാൻ ഒരു ജനത നടത്തിയ പോരാട്ടമാണ് എന്നും കുമ്മനം പറയുന്നു. ജനപക്ഷത്ത് നിന്ന ഒരേ ഒരു പാർട്ടി BJP ആയിരുന്നുവെന്നും കുമ്മനം വിശദീകരിക്കുന്നു. കേരളത്തിലേക്കുള്ള തിരിച്ചുവരവിൽ ഉപാധികളില്ല എന്നും കുമ്മനം പറയുന്നു. തുറന്ന മനസ്സോടെയാണ് കേരളത്തിലേക്കുള്ള തന്റെ തിരിച്ചുവരവ്. സംഘടനയാണ് തീരുമാനിക്കേണ്ടത് എന്തു ചെയ്യണമെന്ന്. സംഘടന എന്തു തീരുമാനിച്ചാലും അത് വഹിക്കാൻ തയ്യാറാണ്. തന്റെ സേവനം സംഘടനയ്ക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത്ര നാളത്തെ പൊതുപ്രവർത്തനത്തിൽ സംഘടനയ്ക്കു വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള ആളാണ് താനെന്നും കുമ്മനം രാജശേഖരൻ പറയുന്നു. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഏത് ചുമതല ഏൽപ്പിച്ചാലും അത് ചെയ്യുമെന്നും കുമ്മനം വ്യക്തമാക്കി. സ്ഥാനാർത്ഥിയാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം അങ്ങേയറ്റം ഭംഗിയായി അച്ചടക്കത്തോടെ നിർവഹിക്കും. ഒരു പ്രതീക്ഷയും വെച്ചല്ല കേരളത്തിലേക്ക് വരുന്നത്. മലയാളം പത്രം വായിക്കാൻ നിവർത്തിയില്ല. മിക്കവാറും നെറ്റ് ഡൗൺ ആയതിനാൽ കേരളത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഉടൻ തന്നെ അറിയാൻ മിസോറാമിൽ ചെറിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നുവെങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് താൻ ബോധവാനാണ് എന്നും കുമ്മനം പറയുന്നു. കുമ്മനം രാജശേഖരനെ സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെടുക്കുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി രാംലാൽ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. ഇതിന് പിന്നാലെ കുമ്മനം കേരളത്തിലെ BJP നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. രാത്രിയോടെ ഗവർണർ സ്ഥാനം രാജിവെക്കാനുള്ള അനുമതി കുമ്മനം രാജശേഖരനെ നേരിട്ട് അറിയിക്കുകയായിരുന്നു. ഗ്വാളിയറിൽ നടക്കുന്ന RSS അഖിലേന്ത്യാ പ്രതിനിധി സഭയിലും കുമ്മനത്തിന്റെ മടങ്ങിവരവ് ചർച്ച ചെയ്യപ്പെട്ടു. ഇതിനെല്ലാം ശേഷമാണ് അദ്ദേഹം രാഷ്ട്രപതിക്ക് രാജിക്കത്ത് നൽകിയത്. കുമ്മനത്തിന്റെ രാജി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സ്വീകരിച്ചിട്ടുണ്ട്. മിസോറാമിന്റെ അധിക ചുമതല അസം ഗവർണർക്കു നൽകി രാഷ്ട്രപതി ഉത്തരവിറക്കിയിട്ടുണ്ട്. കുമ്മനത്തെ കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് സംസ്ഥാനത്തെ RSS നേതൃത്വം BJP-യോട് ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം BJP കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചതോടെയാണ് സീനിയർ നേതാവിന്റെ മടങ്ങിവരവ്. കുമ്മനം തന്നെ തിരുവനന്തപുരത്ത് മത്സരത്തിന് ഇറങ്ങണമെന്നാണ് കേരളത്തിലെ RSS ഘടകത്തിന്റെ നിലപാട്. ഇക്കാര്യം BJP ദേശീയ നേതൃത്വത്തെ അവർ അറിയിച്ചിരുന്നു. ഇതോടെയാണ് കുമ്മനം ഗവർണർ പദവി രാജിവെച്ചത്. കുമ്മനത്തിനായി തിരുവനന്തപുരത്ത് BJP ചുവരെഴുത്തും തുടങ്ങിക്കഴിഞ്ഞു.